ക്രിസ്തുവേശുവിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. JCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ വാട്സാപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന പരമ്പരയിൽ സംസാരിക്കുവാൻ കൃപാലുവായ ദൈവം അനുവദിച്ചത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവസരം നൽകിയ ബഹുമാന്യരായ അഡ്മിന്മാർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവൻ എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി നാം അല്പമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും നാലാം ഭാഗമായിട്ട് അവൻ്റെ രണ്ട് നാമം ഒരു ദൈവം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയെന്നും പുതിയ നിയമത്തിൽ യേശുവെന്നും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പുതിയ നിയമത്തിൽ യഹൂദൻ മുതൽ സർവ്വജാതികളും യേശുവെന്ന നാമത്തിലാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. യഹൂദനും യവനനും എല്ലാ ജാതികൾക്കും ഒരുപോലെ രക്ഷയ്ക്കായി ദൈവം നിയോഗിക്കപ്പെട്ട പുതിയ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശുവെന്ന് പേർ വിളിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 6 വായിക്കുന്നു: എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവും ആയവൻ ഒരുവൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, 4-ാം അധ്യായത്തിൻ്റെ 24. സ്തോത്രം. ഇവിടെ സെഖരിയാ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. സ്തോത്രം. അപ്പോൾ നമുക്കിവിടെ വെളിപ്പെടുന്നത്, സ്തോത്രം, അവൻ്റെ നാമം വ്യത്യസ്തമായി നമുക്ക് കാണുന്നു. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. പുതിയ നിയമം പൊരുളായി നിൽക്കുമ്പോൾ പഴയ നിയമം നിഴലായി നിൽക്കുകയും ചെയ്യുമ്പോൾ രണ്ട് നാമങ്ങൾ അവിടെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ കഴിയും. ആ നാമം, സ്തോത്രം, ഒന്ന് തന്നെ ആകുന്നു, ഒരു ദൈവത്തിൻ്റെ നാമമെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. ഇതാണ്, സ്തോത്രം, സത്യദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് രണ്ട് നാമങ്ങളെക്കുറിച്ച് മാത്രമാണ്. സ്തോത്രം. അതുപോലെ താഴെ സുവിശേഷം 28:19 പറയുമ്പോൾ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് അവിടെ കാണുന്നു. അപ്പോൾ പിതാവിൻ്റെ നാമവും പുത്രൻ്റെ നാമവും പരിശുദ്ധാത്മാവിൻ്റെ നാമവും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നു, ദൈവം ആത്മാവാകുന്നു എന്നാണ്. അതിനോട് ചേർന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26 വായിക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരും. സ്തോത്രം. 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 15:26
ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അവിടെ ഇരിക്കുന്ന ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കയപ്പാനുള്ള കാര്യസ്ഥനായി യേശുക്രിസ്തു വരുമെന്നാണ്. എന്നിട്ട് പറയുകയാണ്, പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ, പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇത് യഹൂദന്മാരോടൊക്കെയും പറയുമ്പോൾ അവർക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. യേശു പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല, പിതാവിനിൽ വസിച്ചുകൊണ്ട് താൻ പ്രവൃത്തി ചെയ്യുന്നു എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. അപ്പോൾ യേശുക്രിസ്തുവും പിതാവും ഒന്ന് തന്നെ ആകുന്നു എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥമായ സത്യദൈവത്തെ നമുക്കറിയുവാൻ കഴിയും എന്നുള്ളതാണ്. സത്യദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ജനങ്ങൾ വ്യത്യസ്ത ഉപദേശങ്ങളിലൂടെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി യഹോവയായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് വെളിപ്പെടുന്ന വെളിപ്പാടാണ് സത്യത്തിൽ പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നയിച്ചതായ ഉപദേശം എന്നുള്ളത്. അതുകൊണ്ട് സ്തോത്രം, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുകയും ചെയ്യുന്നതായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. സ്തോത്രം. അതുകൊണ്ട് ആത്മാവ് ഒന്ന് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഒരുവൻ, സ്നാനമൊന്ന്, വിശ്വാസമൊന്ന് എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഏകസത്യ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ട് പുത്രൻ വെളിപ്പെടുത്തണം പിതാവിനെക്കുറിച്ച്, പിതാവ് വെളിപ്പെടുത്തണം പുത്രനെക്കുറിച്ച്. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാകുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിൻ്റെ നാമം, അല്ലെങ്കിൽ പേര് യേശുക്രിസ്തു എന്ന പേര് യഹോവയുടെ നാമം തന്നെയാണ്. സ്തോത്രം. യഹോവ രക്ഷകനാകുന്നു, അതുപോലെ യേശുക്രിസ്തുവും രക്ഷകനാണ്. അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവലാണ്. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. സ്തോത്രം. ഒരു രക്ഷിതാവേ നമുക്ക് ഉള്ളൂ. സ്തോത്രം. ആ അറിവാണ് നമുക്ക് ഈ നാളുകളിൽ ആവശ്യം ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടുകളാൽ ദൈവവചനത്തെ ആധികാരികമായി സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചിട്ട് ഈ സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായ ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം അതിൻ്റെ 52-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും, ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അറിയും. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും, ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അറിയും. ഈ യെശയ്യാ പ്രവചനം 52-ന്റെ 6-ഉം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നറിയും. സ്തോത്രം. അപ്പം മനുഷ്യപുത്രനെ, കർത്താവായ യേശുക്രിസ്തുവിനെ, സ്തോത്രം, ഉയർത്തിയ ശേഷം
അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസരിലൂടെ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ അടുക്കൽ നയിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനായി യേശുക്രിസ്തു വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾ മേൽ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും, ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അറിയും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 26 വായിക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് അറിയും. യോഹന്നാൻ 10:30 പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. അതുപോലെ 17-ാം അധ്യായത്തിൻ്റെ 27 കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് വിശ്വസിച്ചിരിക്കുന്നു. മറിയ അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ സ്തോത്രം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കർത്താവേ എന്ന സ്തോത്രം, അപ്പോൾ വരുവാനിരിക്കുന്നതായ മനുഷ്യപുത്രനായ ദൈവപുത്രനായ സ്തോത്രം യേശു ക്രിസ്തു തന്നെയാണ് കർത്താവ് എന്ന് അവർക്ക് സ്തോത്രം മനസ്സിലായി. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത്, യഹോവയ്ക്ക് ഒരു വഴിയൊരുക്കുവിൻ എന്നുള്ള യെശയ്യാ പ്രവാചകൻ്റെ സ്തോത്രം പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണി അവിടെ അത് ഉദ്ധരിക്കുന്നതായി കാണാം. അവിടെ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കേട്ടു, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, യഹോവയ്ക്ക് ഒരു വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. അപ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ എന്നെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ, ന്യായപ്രമാണ പുസ്തകങ്ങളിലും സങ്കീർത്തനയിലും മോശെ പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആരെക്കുറിച്ച്? എന്നെക്കുറിച്ച്. അവിടെ എങ്ങനെയാണ് ആരെയാണ് പ്രതിപാദിക്കുന്നത്? യഹോവ എന്ന ദൈവത്തെക്കുറിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, എന്നെക്കുറിച്ച് സ്തോത്രം തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം യഹോവയെക്കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നത് സ്തോത്രം യെശയ്യാ പ്രവചനം അതിന് 40-3 അനുസരിച്ച് യഹോവയ്ക്കാണ്. എന്നാൽ ഇവിടെ സ്നാപക യോഹന്നാന് ശേഷം വഴി നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അത്ര. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിനോട് വഴിയൊരുക്കുക. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനാണ് ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയൊരുക്കുന്നത്. എന്നാൽ പ്രവാചക സൂക്തങ്ങളിൽ അത് യഹോവയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ വഴിയൊരുക്കുന്നത് യഹോവയ്ക്കാകുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. എന്നാൽ നാം കാണുന്നത് ഇവിടെ സ്തോത്രം യേശുവിനാണ് ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നത്. ആയതിനാൽ യഹോവ തന്നെയാണ് യേശു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് കാണുവാൻ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും സ്തോത്രം എഴുതിയിരിക്കുന്ന 144,000 പേർ.
അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരിൽ നിന്ന് സ്തോത്രം ഓരോ ഗോത്രങ്ങളിൽ നിന്നും എടുക്കപ്പെട്ട ദൈവ മക്കളുടെ നെറ്റിമേൽ സ്തോത്രം എന്താണ് കണ്ടത്? അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും. അവൻ്റെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ നാമം. 2 പിതാവിൻ്റെ നാമം. ഈ 2 നാമവും എഴുതിയിരിക്കുന്നത് കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് സഖറിയ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ സ്തോത്രം അന്നാളിൽ അവൻ്റെ നാമം ഏകവും അവൻ ഏകനും ആയിരിക്കും. സ്തോത്രം. പ്രിയരെ, നമ്മൾ കാണുന്നു സ്തോത്രം മത്തായിയുടെ സുവിശേഷം 22:19 പരിശുദ്ധാത്മാവിൻ്റെ നാമവും എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു, എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ദൈവമാത്മാവാകുന്നു. സ്തോത്രം. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവം. സ്തോത്രം. ആ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:20 നാം വായിക്കുന്നത്, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമ്മൾക്ക് വിവേകം ലഭിച്ചുവെന്ന് നാം അറിയുന്നു. അവൻ തന്നെയാണ് സത്യദൈവവും നിത്യജീവനും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 40:30 നാം വായിക്കുന്നത് ഇത് തന്നെയാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവെന്നിലുമെന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ വിശ്വസിപ്പിൻ എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഖറിയ പ്രവചനം 14:9 അതുപോലെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 നമ്മൾ കാണുന്നു, നാമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ഈ നാമം ഏകമായി ക്രിസ്തുവിൽ നമുക്ക് പൊരുളായി കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അതുകൊണ്ട് തന്നെയാണൊരു മർമ്മം തന്നെ പറയപ്പെടുന്നത്. സ്തോത്രം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന്. അതുകൊണ്ട് 3 സ്തോത്രം ദൈവങ്ങളുടെ സംഗമമല്ല സ്തോത്രം ഏകസത്യ ദൈവം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് 3 പേർ ഒരാൾക്ക് ഉള്ളതുകൊണ്ട് 3 വ്യക്തികളാകുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 23 നാം വായിക്കുന്നു. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന ജോസഫ്, 3 പേർ ഒരാൾക്ക് ഉള്ളതുകൊണ്ട് 3 വ്യക്തികളാകുന്നില്ല. വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ട് സ്തോത്രം വ്യക്തികളാകുന്നില്ല. എന്നാൽ വ്യക്തിക്ക് വ്യക്തിത്വങ്ങൾ ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് പിതാവായും പുത്രനായും ആത്മാവായും വെളിപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുന്ന പൊരുളാണ്. പിതാവായി യഹോവയായ ദൈവമായും പുത്രൻ യേശുക്രിസ്തുവായും സ്തോത്രം പരിശുദ്ധാത്മാവിന് പേര് കൽപ്പിച്ചിട്ടില്ല എങ്കിലും യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 26 എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന് തന്നെയാകുന്നു. അതുകൊണ്ടാണ് സ്തോത്രം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ സത്യദൈവത്തെ നാം ശരിയായി തിരിച്ചറിയുക, ഏക സത്യദൈവത്തെ നാം അറിയുക. സ്തോത്രം. അതുകൊണ്ട് നാമങ്ങൾ ഉള്ളതുകൊണ്ട് സ്തോത്രം വ്യക്തികൾ ആകുന്നില്ല. എന്നാൽ വ്യക്തിക്ക് സ്തോത്രം ധാരാളം പേരുകളുണ്ടാകാം. പ്രിയരെ, നമ്മുടെ ചിന്തകൾ, നമ്മുടേതായിരിക്കുന്ന അറിവുകൾ, അത് നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അതുകൊണ്ട് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ വിശ്വാസമൊന്ന്, കർത്താവ് ഒരുവൻ, ആത്മാവൊന്ന്, സ്നാനമൊന്ന്, ഇങ്ങനെ പറഞ്ഞ് എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവരിലും വ്യാപരിക്കുന്നവനും, എല്ലാവരിൽ കൂടി വ്യാപരിക്കുന്നവനും ഇരിക്കുന്നവനും ഒക്കെ സ്തോത്രം ഒരു ദൈവമാണ്. അവൻ ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. അവൻ പിതാവാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ, യേശുവും പിതാവാകുന്നു. സൃഷ്ടിതലത്തിൽ ആത്മാവും സൃഷ്ടാവായി മാറുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനങ്ങളെ നമ്മൾ ശരിയായി എടുത്ത് അതിനെ ഇണകൾ കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഏക സത്യദൈവത്തിലേക്ക് നാം ചെന്നെത്തുന്നു. അതിനെയാണ് നിഴൽ പൊരുൾ ബന്ധത്തിൽ സംസാരിച്ചിരിക്കുന്നത്. പഴയ നിയമം നിഴലാണെങ്കിൽ നിഴലിലൂടെ നാം സഞ്ചരിച്ചാൽ യഥാർത്ഥമായ പൊരുളിൽ എത്താം. നിഴൽ പഴയ നിയമമാണെങ്കിൽ പൊരുൾ സ്തോത്രം പുതിയ നിയമമാണ്. സ്തോത്രം. പഴയ നിയമത്തിലൂടെ സഞ്ചരിച്ച് നാം എത്തേണ്ടത് സ്തോത്രം പൊരുളായ ക്രിസ്തുവിലത്രേ. സ്തോത്രം. ഈ അറിവ് നമുക്ക് ഉണ്ടാകണം. സ്തോത്രം. അതുകൊണ്ട് ഈ പൊരുളാണ് ക്രിസ്തു എന്നത്. സ്തോത്രം. നിഴൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു വസ്തുവിൽ നിന്ന് പ്രകാശത്താൽ ആവിർഭവിക്കുന്ന സ്തോത്രം രൂപങ്ങളാണത്. സ്തോത്രം. ആ രൂപങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് പഴയ നിയമത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പൊരുളായ ക്രിസ്തുവിലേക്ക് വന്നെത്തും. സ്തോത്രം. അതുകൊണ്ട് അവൻ ഏക സത്യ ദൈവമാണ്. ഈ അറിവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. സക്രിയ പ്രവചന നാളിൽ സ്തോത്രം അന്നാളിൽ എന്തു ചെയ്യും? യഹോവ ഏകനും അവൻ്റെ നാമമേകവുമായിരിക്കും, സർവഭൂമിക്കും രാജാവാകും. സ്തോത്രം. നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവം ആയി വെളിപ്പെടും. സ്തോത്രം. ഈ അറിവ് തൻ്റെ മക്കൾക്ക് സ്തോത്രം ദൈവം അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് അപ്പോസ്തലന് വെളിപ്പെട്ടത്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമവിശുദ്ധന്മാരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് അവർക്ക് വെളിപ്പെട്ടത്. പ്രിയരെ, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ ഹല്ലേലൂയ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. ആ വഴി നടത്തുമ്പോൾ അവൻ ആദ്യനും അന്ത്യനുമാണെന്ന് നമുക്ക് വെളിപ്പെടും. ഈ സത്യമാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്.
ലോകത്തിന് മറഞ്ഞിരിക്കുന്ന സ്തോത്രം ഈ സത്യം, ഈ ഒരു മർമ്മം നമുക്ക് വെളിപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് തന്നെ താഴ്ത്താം. അവൻ ആരാകുന്നു? ഏകൻ ആണ്. സ്തോത്രം. അവൻ്റെ നാമം ഏകമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് കണ്ടു. പിതാവിൻ്റെ നാമവും യേശുക്രിസ്തുവിൻ്റെ നാമവും അത് ഒന്നാകും. സ്തോത്രം. അപ്പോഴാണ് ഏകസത്യ ദൈവത്തെക്കുറിച്ച് ശരിയായ അറിവ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാമങ്ങൾ സ്തോത്രമുള്ളത് കൊണ്ട് വ്യക്തികൾ ആകുന്നില്ല. എന്നാൽ വ്യക്തിക്ക് നാമങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുവന് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കും. ഏകസത്യ ദൈവമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹല്ലേലൂയ, നിങ്ങൾ പിതാവിനെയാണ് എന്നെ അറിയുന്നെങ്കിൽ പിതാവിനല്ലേ, പിതാവിനെ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. അവൻ ദൈവം എന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്ന് നമ്മുടെ രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഏക സത്യദൈവമാണ്. അവൻ തന്നെയാണ് യഹോവയായ ദൈവം. അവൻ തന്നെയാണ് ആത്മാവായ ദൈവം. സ്തോത്രം. അവൻ പിതാവായും പുത്രനായും ആത്മാവായും വെളിപ്പെട്ട ഏകസത്യ ദൈവമാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ നാമം മനസ്സിലാക്കി ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവപരിജ്ഞാനം പ്രാപിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് നിമിത്തം നിത്യത നഷ്ടപ്പെടുവാൻ അതൊരു കാരണമായി തീരരുതേ. യഹൂദന് സംഭവിച്ചത് അത് തന്നെയാണ്. തേജസ്സിൻ്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് നഷ്ടപ്പെടുന്ന 10 കന്യകമാരുടെ ഉപമയും നമുക്ക് വിലപ്പെട്ടതാണ്. വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ച് മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ അനേകരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.